ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കിയാലോ. പ്രവർത്തനം 1, ചോദ്യം 1. അതിലെ ആദ്യത്തെ ചോദ്യമാണ്: ഉണ്ണിക്കുട്ടൻ വരച്ച മനോഹരമായ ചിത്രം നോക്കൂ. ഈ ചെടിയുടെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തൂ. എന്താണ് ഇവിടെ ഒരു ചെടിയുടെ ചിത്രം തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ നോക്കാം. വേര്, തണ്ട്, ഇല, കായ, പൂവ്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് എന്ത് ഒരു ചെടിയുടെ ഭാഗങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യമാണ്: ഈ ചെടിയുടെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും എഴുതിയ പട്ടിക പൂർത്തിയാക്കൂ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ചെടിയുടെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക അല്ലേ. ഇനി ആ അടയാളപ്പെടുത്തിയതിലെ ഭാഗങ്ങളിലും അവയുടെ ധർമ്മങ്ങളും എന്തൊക്കെയാണെന്ന് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ബോക്സിൽ ഇല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇലയുടെ ധർമ്മം എന്താണ്? ചെടിക്ക് ആവശ്യമുള്ള ഭക്ഷണം പാകം ചെയ്യുന്നു. എന്താണ്? ഭക്ഷണം പാകം ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു ധർമ്മം തന്നിട്ടുണ്ട്. ഇലകളും പൂക്കളും കായ്കളും താങ്ങി നിർത്തുന്നു. ഇതാരുടെ ധർമ്മമാണ്? തണ്ടിൻ്റെ ധർമ്മമാണ് അല്ലേ, ഇലയും പൂക്കളും കായ്കളൊക്കെ താങ്ങി നിർത്തുന്നത്. ഇനി അടുത്തത് വേര്. വേരിൻ്റെ ധർമ്മം എന്താണ്? ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു അല്ലേ. ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അതുപോലെ പിന്നെ എന്തൊക്കെയാണ്? മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നു അല്ലേ. ഇത് രണ്ടും വേരിൻ്റെ ധർമ്മമാണ്. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ ധർമ്മം കൂടെ തന്നിട്ടുണ്ട്. എന്താ ധർമ്മം വായിക്കാം നമുക്ക്. പുതിയ ചെടി ഉണ്ടാകുവാനുള്ള വിത്ത് സംരക്ഷിക്കുന്നു. എന്താണ്? പുതിയ ചെടി ഉണ്ടാകാനുള്ള വിത്ത് സംരക്ഷിക്കുന്നു. ഇതാരുടെ ധർമ്മമാണ്? പൂവിൻ്റെ ധർമ്മമാണ് പുതിയ ചെടി ഉണ്ടാകാനുള്ള വിത്ത് സംരക്ഷിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഉണ്ണിക്കുട്ടന് കൂട്ടുകാർ നൽകിയ പഴങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇതിൽ ഒന്നിലധികം വിത്തുകൾ അടങ്ങിയ പഴങ്ങൾ കണ്ടെത്തി എഴുതൂ. ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ചക്ക, മാങ്ങ, പപ്പായ, കശുവണ്ടി. ഇത്രയും പഴങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വിത്തുകൾ, ഒരുപാട് വിത്തുകൾ ഉള്ളത് ഏതിലൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ്. പറയൂ, എന്താണ്? ചക്ക, പിന്നെയോ പപ്പായ അല്ലേ. ഇതിൽ രണ്ടിലാണ് ഒരുപാട് വിത്തുകൾ ഉള്ളത് അല്ലേ. ഇനി പ്രവർത്തനം 2. അതിലെ ആദ്യത്തെ ചോദ്യം എന്താന്ന് നോക്കാം. ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിലെ കിണറിലെ ജലം ഇപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കാറില്ല. ചിത്രത്തിലെ കിണറും പരിസരവും നിരീക്ഷിച്ച് കിണർ ജലം മലിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് എഴുതൂ. ഇതെന്താണ്? ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിലെ കിണറിലെ ചിത്രമാണ് തന്നിട്ടുള്ളത്. അതിലെ വെള്ളം എന്താണ്? അവരിപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്നില്ല. എന്താണ് കാരണം? എന്താണ്? അത് മലിനമായിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ രീതിയിലാണ് മലിനമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ചിത്രം നോക്കൂ. ഇപ്പോൾ ചിത്രം കണ്ടില്ലേ. ഇനി ഈ കിണർ മലിനമാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മലിനജലം കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിണറിനു ചുറ്റും മലിനജലം കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെയോ കിണറിനു വലയിടുക അല്ലേ. അവശിഷ്ടങ്ങളൊക്കെ അല്ലേ, ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ പക്ഷികൾ കൊത്തി വെള്ളത്തിലിട്ട് വെള്ളം ചീത്തയാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ എന്തിനാണ് ചത്ത ചീഞ്ഞ സാധനങ്ങളൊക്കെ കിണറിലെ ഇലകൾ ഒക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇടും? കിണറിന് വലയിടും അല്ലേ. കിണറിന് വലയിടുക. പിന്നെയോ കിണറിനടുത്ത് നിന്ന് കുളിക്കുകയും അലക്കുകയും ചെയ്യാതിരിക്കുക. ഈ 2 കാര്യങ്ങളും കൂടെ കിണറിൻ്റെ അടുത്ത് നിന്ന് ചെയ്യരുത്. ഇനി ചോദ്യം 2 നോക്കാം. ഉണ്ണിക്കുട്ടൻ്റെ ഗ്രാമത്തിൽ ഇത്തവണ കടുത്ത വരൾച്ച അനുഭവപ്പെട്ടു. ജലമില്ലാതായപ്പോൾ ആ ഗ്രാമത്തിലുള്ള ആളുകൾ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാകും? വരൾച്ച ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്തൊക്കെയായിരിക്കും? കുടിവെള്ളക്ഷാമം, രോഗങ്ങൾ, മരണം, ശുചിത്വ പ്രശ്നങ്ങൾ, പിന്നെയോ കഠിനമായ ചൂട്. ഇതെല്ലാം എന്തിലുണ്ടാവും? വരൾച്ച സമയത്ത് മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രവർത്തനം 3. അതിലെ ആദ്യത്തെ ചോദ്യം: പാഴ്വസ്തുക്കൾ നിക്ഷേപിക്കുന്നതിന് ഉണ്ണിക്കുട്ടൻ 2 കുട്ടകൾ തയ്യാറാക്കിയിട്ടുണ്ട്. വസ്തുക്കളുടെ പ്രത്യേകത അനുസരിച്ച് ഓരോ കുട്ടയിലും നിക്ഷേപിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തി എഴുതൂ.
ഉണ്ണിക്കുട്ടന് എന്താണ് പാഴ്വസ്തുക്കൾ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് 2 കുട്ടകൾ തയ്യാറാക്കിയിട്ടുണ്ട്. താഴെ കുറച്ച് വസ്തുക്കളുടെ പേരുകളും തന്നിട്ടുണ്ട്. അതിൽ നിന്നും തരംതിരിച്ച് 2 കുട്ടയ്ക്കും അനുയോജ്യമായ രീതിയിൽ ഈ വസ്തുക്കൾ തരംതിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ വസ്തുക്കളാണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക് കുപ്പി, തെർമോക്കോൾ, അഴുകിയ പച്ചക്കറികൾ, തകരപ്പാട്ട, ചീഞ്ഞ പഴം, പൊട്ടിയ ചെരുപ്പ്, പോളിസ്റ്റർ വസ്ത്രങ്ങൾ, ആഹാര അവശിഷ്ടങ്ങൾ, കഞ്ഞിവെള്ളം, പൊട്ടിയ കുപ്പി. ഇത്രയും വസ്തുക്കളാണ് ഉള്ളത്. ഇനി ഇതെന്ത് ചെയ്യണം? നമുക്ക് 2 കുട്ടയിലായിട്ട് വേർതിരിച്ച് വെക്കണം. നോക്കാം. ആദ്യത്തെ കുട്ടയിൽ നമ്മൾ എന്ത് ചെയ്യും? അഴുകിയ പച്ചക്കറികൾ, ചീഞ്ഞ പഴം, ആഹാര അവശിഷ്ടങ്ങൾ, കഞ്ഞിവെള്ളം എന്നിവ ഒരു കുട്ടയിലാക്കുന്നു. ഇതെന്താണ്? ജൈവ മാലിന്യങ്ങളാണ് അല്ലേ? ജൈവ മാലിന്യങ്ങളാണ്. എന്താണ്? മണ്ണിൽ ലയിച്ചു പോകുന്ന അവശിഷ്ടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കുട്ട അജൈവ മാലിന്യങ്ങൾ. മണ്ണിൽ എന്താണ്? ലയിച്ചു പോവാത്ത വസ്തുക്കളെ നമ്മൾ അജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നു. അതിലേതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം? പ്ലാസ്റ്റിക് കുപ്പി, തെർമോക്കോൾ, തകരപ്പാട്ട, പൊട്ടിയ ചെരുപ്പ്, പോളിസ്റ്റർ വസ്ത്രങ്ങൾ, പൊട്ടിയ കുപ്പി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ കുട്ടയിൽ ഇടുന്നത്. ആദ്യത്തെ കുട്ട എന്തായിരുന്നു? ജൈവ മാലിന്യങ്ങൾ. രണ്ടാമത്തെ കുട്ട അജൈവ മാലിന്യങ്ങൾ. ഇനി അതേ ചോദ്യം 2 മണ്ണിനെ സംരക്ഷിക്കുക എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ പോസ്റ്റർ ശ്രദ്ധിക്കൂ. ഇതിൽ 2 പോസ്റ്റർ വാക്യങ്ങൾ എഴുതി ചേർക്കൂ. ഇവിടെ ഒരു പോസ്റ്റർ ഉണ്ട്, അതിൽ വാക്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. അവിടെ നമ്മളോട് മണ്ണിനെ സംരക്ഷിക്കുന്നതിൻ്റെ ആശയം വെച്ചിട്ട് വാക്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തെഴുതി കൊടുക്കാം? മണ്ണിൻ്റെ ജീവൻ നിലനിർത്തുക, ജൈവ വൈവിധ്യം സംരക്ഷിക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 4 നോക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? പത്രവാർത്ത ശ്രദ്ധിക്കൂ. റോഡ് അപകടങ്ങൾ സംഭവിക്കുന്നതിനുള്ള ഏതെങ്കിലും 4 കാരണങ്ങൾ എഴുതൂ. എന്താണ് പത്രവാർത്ത? ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 22 പേർക്ക് പരിക്ക്. ദേവപുരം വാഹനാപകടം, മരണസംഖ്യ കൂടുന്നു. അങ്ങനെ റോഡ് അപകടങ്ങളാണല്ലേ. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? 4 കാരണങ്ങളാണ് ഇവിടെ നമ്മളോട് എഴുതാൻ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ എഴുതാം? റോഡ് നിയമങ്ങൾ പാലിക്കാത്തതിനാൽ, പിന്നെയോ സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കാത്തതിനാൽ, പിന്നെയോ കേടുവന്ന റോഡുകൾ, പിന്നെയോ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്തുണ്ടാവും? റോഡ് അപകടങ്ങൾ ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ചോദ്യം. ഉണ്ണിക്കുട്ടൻ റോഡരികിൽ കണ്ട അടയാള വിളക്കിൻ്റെ ചിത്രം നോക്കൂ. ചിത്രത്തിൽ ശരിയായ നിറങ്ങളും സൂചനകളും രേഖപ്പെടുത്തൂ. ഇവിടെ താഴെ എന്താണ്? അടയാള വിളക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതിൽ നമുക്ക് എന്തൊക്കെ നിറങ്ങളാണ് ഉണ്ടാവുക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ആ നിറങ്ങൾ എന്ത് ആണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതും കൂടെ ഇവിടെ നമ്മൾ എഴുതണം. ആദ്യത്തെ നിറം എന്തായിരുന്നു? ചുവപ്പാണല്ലേ. ചുവപ്പ് എന്താണ് സൂചിപ്പിക്കുന്നത്? നിർത്തുക. പിന്നെയോ മഞ്ഞ തയ്യാറാവുക. പിന്നെയോ പച്ച. പച്ച തരുന്ന സൂചകം എന്താണ്? പോകുക, മുന്നോട്ട് പോകുക എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്ത്? പച്ച നിറം. ഇനി അതിലെ പ്രവർത്തനം 5. അതിലാദ്യത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഉണ്ണിക്കുട്ടൻ്റെ ചിത്രപതിപ്പിലെ ചില ചിത്രങ്ങളാണ് ചുവടെ കാണുന്നത്. ഇവയിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചില ഔദ്യോഗിക ചിഹ്നങ്ങൾ കണ്ടെത്തി എഴുതൂ. ഉണ്ണിക്കുട്ടൻ്റെ ചിത്രപതിപ്പിലെ ചിത്രങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. അതിൽ നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളുണ്ട്, അത് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ. ഈ ചിത്രങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? ഇനി അതിൽ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സംസ്ഥാന മൃഗം ആരാണ്? ആന. പിന്നെയോ നമ്മുടെ സംസ്ഥാന പക്ഷി ആരാണ്? മലമുഴക്കി വേഴാമ്പൽ. നമ്മുടെ സംസ്ഥാന വൃക്ഷം ഏതാണ്? തെങ്ങ്. നമ്മുടെ സംസ്ഥാന പുഷ്പം ഏതായിരുന്നു? കണിക്കൊന്ന. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങളാണല്ലേ ഇതൊക്കെ. നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ചോദ്യം 2 എന്താണ്? ഉണ്ണിക്കുട്ടൻ തൻ്റെ ജില്ലയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുന്ന ചിന്തയിലാണ്. നിങ്ങളുടെ ജില്ലയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കൂ.
ആ ഉണ്ണിക്കുട്ടൻ്റെ ജില്ലയെക്കുറിച്ച് എഴുതണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ജില്ലയെക്കുറിച്ചും ഒരു കുറിപ്പ് തയ്യാറാക്കണം. അതിലെന്തൊക്കെ വേണം? ജില്ലയുടെ പേര്, ജില്ലാ ആസ്ഥാനം, ജില്ലയിലെ പ്രധാന സ്ഥലങ്ങൾ, പ്രധാന നദികൾ, ഇവയൊക്കെ വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഏത് ജില്ലയിലാണ് താമസിക്കുക എന്നുള്ളത് അറിയുണ്ടാവില്ലേ അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജില്ലയെക്കുറിച്ച് പൊതുവായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ജില്ലയുടെ പേര്, ജില്ലയുടെ ആസ്ഥാനം, ജില്ലയിലെ പ്രധാന സ്ഥലങ്ങൾ, പ്രധാന നദികൾ, ഇവയൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്ര പ്രവർത്തനം 5 വരെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല പോലെ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് മനസ്സിലാക്കി നല്ല പോലെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ ഒരുപാട് വീഡിയോസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.